കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ റിലേഷണൽ ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഓൺ പോയിൻറ്റേഴ്സ് എന്നുള്ളത് നമ്മൾ കണ്ടു. അത് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. അരിത്മെറ്റിക് ഓപ്പറേഷൻസ് നമ്മൾ പോയിൻറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ രണ്ടെണ്ണമേ യൂസ് ചെയ്യത്തുള്ളൂ. ഒന്ന് പ്ലസ് ഓപ്പറേറ്ററും ഒന്ന് മൈനസുമാണ്, അതായത് ഇൻക്രിമെൻറ്റ് ചെയ്യാനും ഡിക്രിമെൻറ്റ് ചെയ്യാനും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് നമുക്കറിയാം, നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ഇയർ പഠിച്ചത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ആണ്. എന്നാൽ ഈ 6 എണ്ണത്തിൽ നമ്മൾ പോയിൻറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ 2 എണ്ണം മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. ഒന്ന് ഈക്വൽ ആണ്, നമുക്കറിയാം ഈക്വൽ എന്ന് പറഞ്ഞാൽ ഡബിൾ ഈക്വൽ സൈൻ ആണ്, ആൻഡ് നോട്ട് ഈക്വൽ ആണ്. സോ the only operators or the only relational operators we use with pointers are, first one is this equality operator and second one non-equality operator. Okay, അപ്പോൾ നമുക്ക് പിയും ക്യൂവും എന്ന് പറയുന്ന രണ്ട് പോയിന്റർ വേരിയബിൾ എടുക്കാം, രണ്ട് പോയിന്റേഴ്സ്. അപ്പോൾ നമുക്ക് പിയും ക്യൂവും ഇവിടെ നോക്കാം. ഇഫ് പി ആൻഡ് ക്യൂ ആർ ടു പോയിന്റേഴ്സ്, they may contain the address of the same integer location or different memory location. പിയും ക്യൂ എന്ന് പറയുന്ന രണ്ട് പോയിന്റേഴ്സ്, അതിൻ്റെ അഡ്രസ്സ്, അതായത് മെമ്മറി അഡ്രസ്സ് ഒരു ഇൻറ്റിജർ നമ്പറാണ്. അത് ചിലപ്പോൾ സെയിം ലൊക്കേഷനോ അല്ലെ ഡിഫറെൻറ്റ് മെമ്മറി ലൊക്കേഷനോ ആകാം. ഇത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? സെയിം ലൊക്കേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പി ഈക്വൽസ് ക്യൂ എന്ന് കൊടുക്കും. ഇവിടെ പിയും ക്യൂവും രണ്ട് പോയിന്റേഴ്സ് ആണ് ഓർക്കുക. പിയും ക്യൂവും ഡിഫറെൻ്റ് ആണെങ്കിൽ പി നോട്ട് ഈക്വൽ ടു ക്യൂ എന്ന് കൊടുക്കും. ഓക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് അരിത്മെറ്റിക് ഓപ്പറേഷൻസിൻ്റെ അകത്ത് നമുക്ക് രണ്ട് ഓപ്പറേറ്റേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, പ്ലസും മൈനസും. റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൻ്റെ അകത്തും രണ്ടെണ്ണം. ഒന്ന് ഈക്വൽ സൈൻ, അത് ഇക്വാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു. നോട്ട് ഈക്വൽ ടു, അതായത് നോൺ ഇക്വാലിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇനി ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ഈ 1 to 4 എന്നുള്ള ഈ നോ യുവർ പ്രോഗ്രസിൻ്റെ അകത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ഓപ്പറേറ്റേഴ്സ് ഇൻ C++. C++ൻ്റെ അകത്ത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? What happens when the following statement is executed? Int pointer p assigns to new int of 5. ഇത് ഏതുതരം ഇനിഷ്യലൈസേഷൻ ആണെന്നറിയാം, അല്ലെങ്കിൽ ഏതുതരം മെമ്മറി അലോക്കേഷൻ ആണെന്നറിയാം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. വാട്ട് ഈസ് ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർഫൻഡ് മെമ്മറി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫ് p is an integer pointer, which of the following are invalid? p എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ പോയിന്റർ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇൻവാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഓക്കെ, നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അത് എന്തുകൊണ്ടാണെന്നും കൂടെ കഴിവതും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നോക്കുക. അതിൻ്റെ അകത്ത് ജസ്റ്റിഫൈ ചെയ്യുക നിങ്ങളുടെ റീസൺ. അപ്പോൾ ഈ 4 വർക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസേഴ്സ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കും കൂടെ കാണുകയാണ്, പോയിന്റർ ആൻഡ് അറേ. നമ്മൾ അറേ എന്താണെന്ന് പറഞ്ഞു ഓർക്കുന്നുണ്ടോ? നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. അറേ ഈസ് എ കളക്ഷൻ ഓഫ് സെയിം ഡേറ്റ ടൈപ്പ്, അല്ലേ? അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞത് അറേ ഈസ് എ കളക്ഷൻ ഓഫ് ഹോമോജീനിയസ് ടൈപ്പ് ഓഫ് ഡേറ്റ അണ്ടർ എ കോമൺ നെയിം. നമ്മൾ പഠിച്ചു അറേ. ഉദാഹരണത്തിന് 10 നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ, 10 കുട്ടികളുടെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്ക് ഓഫ് 10 എന്ന് പറയും. അതിനകത്ത് ആദ്യത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് ഓഫ് 0, അവസാനത്തെ മാർക്ക് ഓഫ് 9. നമ്മൾ ഇൻഡെക്സ് സബ്സ്ക്രിപ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നോക്കുക, നമ്മളിവിടെ ഒരു മെമ്മറി അലോക്കേഷൻ നമ്മൾ കൊടുക്കണം. കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. അറേയുടെ പേര് AR, 10 എലമെൻറ്റ് സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? AR of 10 എന്ന് എഴുതും. ക്ലിയർ ആണല്ലോ? AR of 10 എന്ന് എഴുതും. AR എന്ന് പറഞ്ഞാൽ അറേയുടെ പേരാണ്, 10 എന്ന് പറയുന്നത് അതിൻ്റെ സൈസാണ്, ഇൻറ്റിജർ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇൻറ്റ് AR of 10 എന്ന് എഴുതും. ഓക്കെ, ഇതിനകത്ത് 10 ഇൻറ്റിജർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ഈ അറേയുടെ ഫസ്റ്റ് അഡ്രസ്സ് 1000 ആണ് നമ്മൾ അഡ്രസ്സ് ചെയ്യും. ഈ അഡ്രസ്സ് 1000 ആണ് നമ്മൾ അസ്യൂം ചെയ്യുക. നമുക്കറിയാം ഇതൊരു എക്സാക്ട് നമ്പർ ആയിരിക്കും, പക്ഷെ നമ്മൾ പറയുന്നു ഇതിൻ്റെ അകത്ത് നോക്കി ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് AR എന്ന് പറയുന്ന അറേ. ഈ അറേക്കകത്ത് ആദ്യത്തെ ലൊക്കേഷൻ, ഇതിന് ഈ അറേയുടെ പേര് AR എന്നാണ്. ഇത് AR of 0, AR of 1, AR of 2, AR of 3, AR of 4, അങ്ങനെ AR of 9 ആണ്. അത് നമുക്കറിയാമല്ലോ, നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഇതിനകത്ത് ഫസ്റ്റ് അഡ്രസ്സ് 1000 ആണെന്ന് നോക്കുക. നമുക്കറിയാം ഈ സെക്കൻഡ് അഡ്രസ്സ് എന്ന് പറയുന്നത് 1004 എഴുതിയത് എന്തുകൊണ്ടാണ്? ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ്?
നമുക്കറിയാം ഇൻറ്റ് AR of 10 ഇൻറ്റീജർ, അപ്പോൾ ഓരോന്നിനും 4 ബൈറ്റ് എടുക്കും. അപ്പോൾ 1000 തുടങ്ങിക്കഴിഞ്ഞാൽ 1000, 1001, 1002, 1003 ഈ ഫസ്റ്റ് ലൊക്കേഷൻ എടുക്കും 4 ബൈറ്റ്. അടുത്തത് 4 ബൈറ്റ് 1004, അതായത് 1004, 5, 6, 7 ഇതിനെടുക്കും. 8, 9, 10, 11 ഇതിനെടുക്കും. അങ്ങനെ എല്ലാത്തിനും 4 ബൈറ്റ് വെച്ച് അവസാനത്തേന് 1036 കിട്ടും. മനസ്സിലായല്ലോ? ഇനി നോക്കാം, AR of 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ അർത്ഥം എന്താണ്? AR എന്ന് പറയുന്ന അറയിലെ 0 എന്ന് പറയുന്ന ഇൻഡെക്സിലെ വാല്യൂ, AR എന്ന് പറയുന്ന അറയിലെ 0 എന്ന് പറയുന്ന ഇൻഡെക്സിലെ വാല്യൂ എത്രയാണ്? 34. സോ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും? 34 എന്ന് കിട്ടും. അപ്പോൾ 12 കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? AR of 1. നോക്കാം, AR of 1 12. ഈ 19 കിട്ടണമെങ്കിലോ AR of ലാസ്റ്റ് ഇൻഡെക്സ് എപ്പോഴും എത്രയായിരിക്കും? അറേ സൈസ് -1 ആയിരിക്കും അല്ലേ? സോ AR of 9 റിട്ടേൺസ് 90. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ അകത്ത് നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. റൈറ്റ് C++ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു ഡിസ്പ്ലേ ഓൾ ദ 10 എലമെൻറ്റ്സ് ഓഫ് ദിസ് അറേ. ഈ അറേയിലെ എല്ലാ എലമെൻറ്റ്സും ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം. ഇതൊരു അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ്. ഈ വർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇതിൻ്റെ അകത്ത് ഈ അറേയിൻ്റെ അകത്ത് 10 എലമെൻറ്റ്സും ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്രോഗ്രാം. ഓക്കെ, ഇനി നോക്കുക അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ഹൗ ക്യാൻ വി സ്റ്റോർ ദി അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് ലൊക്കേഷൻ ഓഫ് ദിസ് അറേ ഇൻ ടു എ പോയിന്റർ? നമ്മൾ ഇവിടുത്തെ നമ്മുടെ ഹെഡിങ് നോക്കിക്കേ, പോയിന്റർ ആൻഡ് അറേ എന്നാണ്. അറേ എന്നുള്ളത് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പോയിന്റർ ആൻഡ് അറേ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ നോക്കുന്നത്. നോക്കുക, ഇതിൻ്റെ അകത്ത് നോക്കുക, ഇഫ് PTR ഈസ് ആൻ ഇൻറ്റിജർ പോയിന്റർ. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? ഈ PTR ഈസ് ആൻ ഇൻറ്റിജർ പോയിന്റർ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും പറയാമോ? റെപ്രസെൻറ്റ് ചെയ്യുന്നത് PTR ഒരു ഇൻറ്റിജർ പോയിന്റർ ആയിട്ട് എങ്ങനെ എഴുതുന്നത്? ഇൻറ്റ് PTR, അങ്ങനെയാണല്ലോ, ഇൻറ്റ് പോയിന്റർ PTR. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക, if PTR is an integer pointer, the address of first location of array AR of 10, first location ഇതാണല്ലോ, first location can be stored in it with the following statement. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ലൊക്കേഷൻ അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? PTR എന്ന് പറയുന്ന പോയിന്റർ വേരിയബിളിലേക്ക് ഈ അറേയുടെ ഫസ്റ്റ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യണം. അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ നമുക്കറിയാം, അസൈൻസ് ടു അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അവിടെ അറേയുടെ പേര് AR of 0. ഇതിൻ്റെ അർത്ഥം PTR എന്ന് പറഞ്ഞ പോയിന്റർ വേരിയബിളിൻ്റെ അകത്ത് എന്താണ്? ഈ അറേയുടെ ഫസ്റ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ബേസ് അഡ്രസ്സ്, അത് എത്രയാണ്? 1000 സ്റ്റോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അടുത്ത അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി 1004 സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെ എഴുതും പറയാമോ? ഇത് നോക്കിയിട്ട് തന്നെ അടുത്ത് നമ്മൾ എങ്ങനെ എഴുതും? PTR അസൈൻസ് ടു അറേയുടെ പേര് AR of എന്തായിരിക്കും എഴുതുന്നത്? ഇത് നോക്കിയിട്ട് പറഞ്ഞ് നമ്മളിവിടെ AR of അടുത്ത ലൊക്കേഷൻ, അത് അടുത്ത ഇൻഡെക്സിൻ്റെ AR of 1 എന്ന് എഴുതും. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും എന്ന് പറയാമോ? PTR അസൈൻസ് ടു അഡ്രസ് ഓഫ് AR of 1. നോക്കുക, AR എന്ന് പറയുന്ന അറേയിലെ 1 എന്ന് പറയുന്ന ലൊക്കേഷൻ ഇതാ. എന്തുകൊണ്ടാണ് 1 ആയത് നമുക്കറിയാം, ഇത് 0 ഇൻഡെക്സ് അല്ലേ. 1ൻ്റെ അഡ്രസ്സ് 1004 എന്നായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇനി നോക്കുക, നമുക്ക് ഇങ്ങനെ ഒരു സെക്ഷൻ നമുക്ക് നോക്കാം. നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത ആ പ്രോഗ്രാം തന്നെ അതിൻ്റെ അകത്ത് നോക്കുക, അറേക്കകത്ത് 10 എലിമെൻറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1000, 1004, അങ്ങനെ 9 ഇൻഡെക്സ് വരെ വരും. 0 to 9 10 ലൊക്കേഷനാണ്. 0 to 9 എന്നുള്ള ഇൻഡെക്സിൽ വരും. ഇവിടെ നോക്കുക, Cout PTR. ഈ PTR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം Cout PTR. PTRൻ്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AR of 0 നമ്മളിവിടെ പറഞ്ഞു. PTRൻ്റെ അകത്ത് എന്താ ഉള്ളത്? അഡ്രസ് ഓഫ് AR of 0. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എത്ര വരും നോക്കുക. PTRൻ്റെ അകത്ത് AR of 0, AR എന്ന് പറയുന്ന അറയിലെ 0 എന്ന് പറയുന്ന ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എത്രയാണ്? 1000 എന്ന് കിട്ടും അല്ലേ, AR of 0. ഇനി Cout ഡീറെഫറൻസ് ആണ്, അതിൻ്റെ അകത്ത് വാല്യൂ പ്രിന്റ് ചെയ്യാനാണ് PTRൻ്റെ അകത്ത് എന്താ ഉള്ളത്? അത് നമ്മൾ ക്ലിയർ ആയിട്ട് നോക്കണം. PTRൻ്റെ അകത്ത് എന്താ ഉള്ളത്? അഡ്രസ് ഓഫ് AR of 0. AR of 0 എന്ന് പറയുന്നത് ഇതിൻ്റെ അഡ്രസ്സാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കുക, Cout ഡീറെഫറൻസ് PTR എന്ന് പറയുന്നതിൻ്റെ അകത്തെ വാല്യൂ, PTRൻ്റെ അകത്ത് എന്താണുള്ളത്? AR of 0 ആണ്. സോ അതിൻ്റെ അകത്തെ വാല്യൂ ആണ്, അത് എത്രയാണ്? 34 എന്ന് പ്രിന്റ് ചെയ്യും. ഇനി നോക്കുക, Cout PTR + 1. PTRൻ്റെ അകത്ത് എന്താ ഉള്ളതെന്ന് ഒന്നും കൂടെ ഓർത്തോണം. PTRൻ്റെ അകത്ത് AR of 0, AR എന്ന് പറയുന്ന അറയിലെ 0 എന്ന് പറയുന്ന ലൊക്കേഷനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് Cout PTR + 1. അപ്പം ഈ PTRൻ്റെ അകത്ത് 1000 ആയിരുന്നു, നമ്മൾ നോക്കിയാൽ അറിയാം.
1000 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. 1000 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 1004 വരും അല്ലേ? 1001 അല്ല വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാം. 4 വാല്യൂ ഇൻറ്റിജറിന് വേണ്ടിയിട്ട് 4 ലൊക്കേഷൻ മാറ്റി വെച്ചേക്കുവാണ്. ഇനി സി ഔട്ട് ഡി റെഫറൻസ് പി ടി ആർ പ്ലസ് 1. പി ടി ആർ പ്ലസ് 1 എന്ന് പറയുന്നത് അതായത് 1004ൻ്റെ അകത്തെ വാല്യൂ, അതിപ്പോൾ എത്ര ആൻസർ കിട്ടും? 12 എന്ന് കിട്ടും. ഇനി സി ഔട്ട് പി ടി ആർ പ്ലസ് 9 എന്താ? പി ടി ആർ പ്ലസ് 9 ഈ 0 ആണ്. 0 പ്ലസ് 9 അതായത് ലാസ്റ്റ് ലൊക്കേഷൻ ആണ്. അതിൻ്റെ ലൊക്കേഷൻ്റെ അഡ്രസ്സ് 1036 എന്ന് കിട്ടും. ഇനി ഈ 90 കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? സി ഔട്ട് ഡി റെഫറൻസ് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് പി ടി ആർ പ്ലസ് 9. ഓക്കെ, ഈ കാര്യം ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കുക. സി ഔട്ട് പി ടി ആർ, ഇത് ഈ പി ടി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടി ആറിൻ്റെ അകത്ത് എന്താ സ്റ്റോർ ചെയ്തേക്കുന്നതും കൂടെ നോക്കണം. പി ടി ആറിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അഡ്രസ് ഓഫ് എ ആർ ഓഫ് 0 നോക്കുക, ഇതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള സെക്ഷൻ നമുക്ക് നോക്കാം. ജസ്റ്റ് ഈ ഒരു ടോപ്പിക്ക് തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങും. പോയിന്റർ ആൻഡ് അറേ, ഇത്രയേ ഉള്ളൂ. നമ്മൾ അറേ എന്താണെന്ന് നമുക്കറിയാം. പോയിന്റർ യൂസ് ചെയ്യുമ്പോഴത്തേന് ഇവിടെ നമുക്ക് പി ടി ആർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു, പോയിന്റർ വേരിയബിൾ. അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുന്നത്. പി ടി ആറിൻ്റെ അകത്ത് എന്താ നമ്മൾ അസൈൻ ചെയ്തിരിക്കുന്ന അഡ്രസ് ഓഫ് എ ആർ ഓഫ് 0. 0 എന്ന് പറയുന്നതിൽ എന്താണ്? ഇവിടെ നോക്കിയാൽ അറിയാം. എ ആർ എന്ന് പറയുന്ന അറേയിലെ 0 എന്ന് പറയുന്നതിൻ്റെ അകത്തെ അഡ്രസ്സ് അത് എത്രയായിരിക്കും നമുക്കറിയാം. അത് 1000 ഈ ഒരു കേസിൽ. ഓക്കെ, നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് പോയിന്റർ ആൻഡ് അറേ എന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. താങ്ക് യു.